ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നാണ് 27-ാം തീയതി. നമ്മുടെ വീടിൻ്റെ അവിടുത്തെ കാവടി സൗണ്ട് ശരിയായിട്ടില്ല കേട്ടോ. ഭയങ്കര ചുമ തന്നെയാണ്. അപ്പോൾ ഞാനും അനിയത്തിയും അമ്മയും പിള്ളേരൊക്കെ ആയിട്ട് അമ്പലത്തിലേക്ക് രാവിലെ തന്നെ ഞങ്ങൾ നേരത്തെ തൊഴാൻ വന്നു. നന്ദുമോളിനെ സ്കൂളിൽ വിട്ടു. അവൾക്ക് മിഡ് ടൈം എക്സാം ആയിരുന്നു. അപ്പോൾ അവളിനെ എക്സാമിന് വിട്ടിട്ട് ഞങ്ങളാണ് അമ്പലത്തിലേക്ക് തൊഴാൻ വന്നത്. ഞങ്ങൾ തൊഴുത് പിന്നെ പിൻവിളക്ക്, മുൻവിളക്ക്, ധാര, പുഷ്പാഞ്ജലി അതൊക്കെ കഴിച്ചു. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടുകളൊന്നാണ് പിൻവിളക്ക്, മുൻവിളക്ക്, ധാര കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അവളെ കൊണ്ട് കൂവളത്തിൻ്റെ ഇല കൊണ്ട് അമ്മ പറന്നർപ്പിച്ചു. അപ്പോൾ ഒരുപാട് പ്രാർത്ഥനകൾ ഉള്ളിലുണ്ട്. എല്ലാം നടക്കുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഒരു ശുഭപ്രതീക്ഷ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതുപോലെ എൻ്റെ ജീവിതത്തിലുണ്ട്. ഭഗവാനെ നന്നായിട്ട് എടുത്ത് പ്രാർത്ഥിച്ചു. അവൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ കാവടി തന്നെ കൂടുന്നത്. അവൾ ഇടയ്ക്ക് വരാറുണ്ടെങ്കിലും കാവടിയൊന്നും അവൾക്ക് കൂടാൻ പറ്റാറില്ല. അപ്പോൾ ആനേനെ അലങ്കരിപ്പിക്കുന്ന വീഡിയോ വീഡിയോ എന്നല്ല ഇതുണ്ടായിരുന്നപ്പോൾ ഞങ്ങൾക്കത് കൂടാൻ പറ്റിയില്ല. ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോയി. 12 മണിയാകുമ്പോൾ തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് 12 മണിയായപ്പോൾ മണികണ്ഠൻ ചേട്ടൻ്റെ വണ്ടി വിളിച്ചിട്ടാണ് വന്നത്. നോക്കുമ്പോൾ ഞങ്ങൾക്ക് 2-ാം ട്രിപ്പിൽ തന്നെ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റി. 7 തരം കറിയും പായസവും ഉണ്ടായിരുന്നു കേട്ടോ. രസവും അതുപോലെ തന്നെ മോരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ജനങ്ങൾക്കും, അവിടുത്തെ ഭക്തജനങ്ങൾക്കും കിട്ടട്ടെ എന്നുള്ള പ്രതീക്ഷയിൽ അവിടുത്തെ ചോറ് ഞങ്ങൾ കഴിച്ചു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവിധ സപ്പോർട്ടിനും നന്ദി.